എന്തേ? ഓ അതേ ആൾക്കാര് അവർത്തം കുടിച്ചുകിട്ടിരുപ്പാங்க. അതെ, വന്നിട്ടാണ് പോച്ചു. അവിടെ ആരുമില്ല. ഞങ്ങൾ അങ്ങനെ നടന്നു വന്നു. അങ്ങോട്ട് പോകാനെങ്കിൽ ഇല്ല, ഞങ്ങൾ വേഗം വന്നു ഇരുട്ടാവണേ. എവിടെ പോണീ? ഞങ്ങള് മാര്യമ്മയുടെ താമസിക്കാനൊക്കെ അല്ലേ, അവിടെ വരെ പോയി, അമ്പാടി വരെ പോയിട്ട് ആ പാലല്ലേ മദർ കോളേജിന്റെ. വാങ്ങണം ഇപ്പൊ പോവോ? ഞങ്ങൾ അങ്ങനെ പോയി. അവിടെ എവിടെ താമസിക്കണം മാര്യമ്മ? കൂത്താണ്ടിയമ്മളം പോകുന്നില്ല, ആ അവിടെ ഉള്ളിൽക്കാ എന്നെ പോട്ടാ പിടിക്കിற തമ്പിയാ? വീഡിയോ എടുക്ക. എന്നെ അപ്പടിയാ? അതിനെന്താ? അയ്യ വേണ്ട, ചാരി കെട്ടിട്ട് വരാം ഒരു നാளைக்கு. അയ്യോ, സാരി എടുത്തിട്ട് വരാം. நல்லா இருக்காது. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മളെ നാടും പരിസരവും ഒക്കെ ഒന്ന് നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു അതിന് വേണ്ടിയിട്ടാണ്. വീട്ടിലിരുന്ന് ഇങ്ങനെ എന്താ പറയുക, പൊറുതി മുട്ടി എന്ന് പറഞ്ഞ പോലെ വികൃതി തന്നെ വികൃതി. അപ്പോൾ ചെറുതും വലുതൊക്കെ ഒരുപോലെ കേട്ടോ. അപ്പോൾ അതിനൊരു കുറവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയാലും ഒതുങ്ങിക്കൊന്നുമില്ല, കണ്ടില്ലേ പാതിട്ടി വഴിയിലുള്ളത് ഓരോന്നൊക്കെ പറക്കണുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ആൾക്കാരിങ്ങനെ ഈ ബോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞിട്ടേ അതൊക്കെ എടുത്ത് കൈ പിടിക്കണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞാലൊന്നും പിന്നെ കേൾക്കില്ല. പിന്നെ അതായിട്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നെ തിരിച്ചിടുകയും ചെയ്യും. അങ്ങനെ ഇതാണ് നമ്മളെ നാട് കേട്ടോ. പാടങ്ങളും നെൽകൃഷി അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഉള്ളത്. പിന്നെ കുറച്ച് കുന്ന് അങ്ങനെയൊക്കെ ഉണ്ട്, വല്ലാണ്ടൊന്നുമില്ല കേട്ടോ. അതേ നമ്മളൊരു തോടാണിത്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. വേനലാണെങ്കിലും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നിന്നാണ് തോന്നുന്നത് ഒരു കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ എടുക്കാറ്. പിന്നെ ആദ്യം കണ്ടത് നമ്മളിവിടെ ഇങ്ങനെ പണിക്കൊക്കെ വരുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. അതിൻ്റെ നാട് തമിഴ്നാടാണ്. അപ്പോൾ നമ്മളായിട്ടൊക്കെ നല്ല അടുപ്പാണ്. മാരിയമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുക, മാരി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ പോണ ആ ഒരു വഴിക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, വീടൊന്നും അറിയില്ല. അപ്പോൾ അതിനോട് പറയായിരുന്നു നിങ്ങൾ താമസിക്കണം അവിടെ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങോട്ട് എന്തിനാ പോയി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അവിടെ അങ്ങനെ അങ്ങനെ ആണുങ്ങളൊക്കെ കള്ളു കുടിച്ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടത്. അപ്പോൾ ഞങ്ങൾ എന്നാലും വേഗം പോയി ഇരുട്ടാവണതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ നമ്മളവിടെ ഇങ്ങനെ ഒരു പാറയും കോറിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോറി എന്ന് വെച്ചാൽ നമ്മളെ കഥ സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരു പാട്ടിൻ്റെ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാവ്യമാധവൻ ഒരു ഇതിലിരിക്കണത്, ഒരു വഞ്ചി പോലത്തെ ഇതിലിരിക്കണതാണ് ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മദർ കോളേജാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ ഒരു പാലാണ്, അവിടുത്തെ ആ ഒരു പാലാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. ഇരുട്ടായാലൊന്നും പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോഴേക്കും നടന്നൊരു വിധമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഐസ്ക്രീമും ലേസൊക്കെ വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് ബാങ്ക് കൊടുക്കണതിന് മുന്നേ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നടന്ന ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പിന്നെ ഒരു രസമാണല്ലോ നമുക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ നടക്കുമ്പോൾ. തിരിച്ച് വരുമ്പോഴേക്കും അത്യാവശ്യം മഴക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ അങ്ങനെ പെയ്യാനുള്ള ഒരു ഒരുക്കുണ്ടായിരുന്നു. രാത്രി മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ബൈ.